ഈശോയിലേറ്റ പ്രിയപ്പെട്ടവരെ, തിരുവിഷ്ടമിടിലേക്ക് സ്വാഗതം. ഏവർക്കും ഈശോയിൽ കൃപയും സമാധാനവും. നമ്മുടെ ജീവിതത്തിൽ നാം അനുഭവിക്കുന്ന പ്രതിസന്ധികൾക്കും രോഗങ്ങൾക്കും തടസ്സങ്ങൾക്കും ഒക്കെ കാരണമെന്ത് എന്ന് അന്വേഷിക്കുന്നത് ഒരു സ്വാഭാവിക പ്രവൃത്തിയാണ്. നമ്മുടെ ജീവിത പ്രയാസങ്ങൾക്ക് കാരണമായിട്ടുള്ളത് എന്ത് എന്ന് കണ്ടുപിടിക്കാനും അത് പരിഹരിക്കാനും ശ്രമിക്കേണ്ടതും ആവശ്യം തന്നെയാണ്. സാധാരണഗതിയിൽ പൊതുബോധം പലപ്പോഴും നമ്മോട് 3 കാര്യങ്ങളാണ് പറയുന്നത്. അത് നമ്മുടെ പാപങ്ങൾക്കുള്ള ശിക്ഷയാണ്, അഥവാ നമ്മുടെ പൂർവികരുടെ പാപങ്ങളും ശാപങ്ങളും ഒക്കെയാണ് നമ്മളെ ബാധിക്കുന്നത്. അങ്ങനെയൊന്നുമല്ലെങ്കിൽ പിശാചിന്റെ പ്രവൃത്തിയാണ്. ലോകത്തുണ്ടാകുന്ന തടസ്സങ്ങളും ജീവിത പ്രയാസങ്ങളും ഇപ്രകാരം 3 കാര്യങ്ങളിലാണ് നാം കണ്ടെത്തുന്നത്. വാസ്തവത്തിൽ ഇത് സുവിശേഷാത്മകമാണോ എന്ന് പരിശോധനയൊന്നും നമുക്കില്ല. പഴയ നിയമ ബോധം വെച്ചുകൊണ്ടും ലോകബോധം വെച്ചുകൊണ്ടും ഇങ്ങനെയൊക്കെ വിധിക്കാനാണ് നാം സാധാരണ തയ്യാറാകുക. നമ്മുടെ ജീവിതം കഷ്ടപ്പാടും ദുരിതമൊക്കെ ഉള്ളതായി മാറുന്നത് നമ്മുടെ പ്രവൃത്തി കൊണ്ടാണ്, നമ്മുടെ കർമ്മങ്ങൾ കൊണ്ടാണ്, അവരുടെ പാപത്തിന് ശിക്ഷയായിട്ട് ദൈവം നൽകുന്നതാണ് എന്ന് പറഞ്ഞൊഴിയാനാണ് പലപ്പോഴും നമ്മൾ ശ്രമിക്കുക. വാസ്തവത്തിൽ നമ്മുടെ പ്രവൃത്തികൾക്കനുസരിച്ച് നമ്മെ ദൈവം വിധിക്കുന്നത് തനത് വിധിയിലാണ്. ഈ ഭൂമിയിൽ വെച്ച് ചെയ്യുന്ന പ്രവൃത്തികൾക്ക് 2 തരത്തിലുള്ള ശിക്ഷകളാണ് നിലവിലുള്ളത്. ആ 2 തരത്തിലുള്ള ശിക്ഷകൾ, ഒന്ന് നിത്യശിക്ഷയാണ്, രണ്ടാമത്തേത് താൽക്കാലിക ശിക്ഷയാണ്. ടെമ്പറൽ പണിഷ്മെന്റ്. ഒന്ന് നിത്യമായ ശിക്ഷയാണ്, ഒന്ന് താൽക്കാലിക ശിക്ഷയാണ്. ഒരു പഴയ നിയമ പശ്ചാത്തലത്തിൽ നിന്ന് നാം ചിന്തിക്കുമ്പോഴാണ് നമ്മുടെ ക്ലേശങ്ങളും രോഗങ്ങളും ദുരിതങ്ങളും തടസ്സങ്ങളുമെല്ലാം നാം ചെയ്ത പ്രവർത്തികൾക്കുള്ള ശിക്ഷയാണ് എന്ന ബോധം ഉണ്ടാകുന്നത്. കത്തോലിക്ക സഭ താൽക്കാലിക ശിക്ഷയെക്കുറിച്ച് പഠിപ്പിക്കുന്നതും നിത്യശിക്ഷയെക്കുറിച്ച് പഠിപ്പിക്കുന്നത് എന്തെന്നും വ്യക്തമായ തിരിച്ചറിവോടെ നമ്മുടെ ഹൃദയത്തിൽ ഉറപ്പിക്കണം. നാം പഴയ നിയമ കാഴ്ചപ്പാടിലേക്ക് മാത്രം ശ്രദ്ധയൂന്നിയാണ് ഇതിനെക്കുറിച്ച് അറിയുന്നതെങ്കിൽ നിശ്ചയമായും നമ്മുടെ രോഗങ്ങളുടെയും ദുരിതങ്ങളുടെയും കഷ്ടതയുടെയും സാമ്പത്തിക തകർച്ചയുടെയും എല്ലാം മൂല കാരണം കിടക്കുന്നത് ഈ പറഞ്ഞ കർമ്മഫല സിദ്ധാന്തത്തിലായി മാറും. കർമ്മഫല സിദ്ധാന്തം എന്ന് വെച്ചാൽ അത് ഹൈന്ദവ ദർശനങ്ങളിലും ബുദ്ധമത ദർശനത്തിലും ഒക്കെ നമുക്ക് കാണാവുന്നതാണ്. മനുഷ്യൻ ചെയ്യുന്ന പ്രവൃത്തികൾക്കനുസരിച്ചാണ് ഫലം ലഭിക്കുന്നത്. നമ്മെ സംബന്ധിച്ച് വ്യക്തമായ ഒരു ബോധ്യം ഉണ്ടാകേണ്ടത് ഓരോ തിന്മ പ്രവൃത്തിക്കും അതിൻ്റെതായ കോൺസിക്വൻസ് ഉണ്ട്, പ്രതിധ്വനികൾ. ഒരു തിന്മ പ്രവൃത്തി നാം ചെയ്യുമ്പോൾ അതിന് ഒരു പ്രതിധ്വനിയുണ്ട്. നന്മ പ്രവർത്തികൾക്കും അപ്രകാരമുണ്ട്. തിന്മ പ്രവർത്തികൾക്കുള്ള പ്രതിധ്വനികളായി വരുന്നത് ദൈവത്തിന് ശിക്ഷയോ പാപത്തിനുള്ള ശിക്ഷയോ ഒന്നുമല്ല. അത് താൽക്കാലിക ശിക്ഷയുമായി ബന്ധപ്പെട്ട കാര്യമല്ല, സ്വാഭാവികമായി സംഭവിക്കുന്ന ഒരു കാര്യമാണ്. ഇപ്പൊ നമ്മുടെ വീട്ടിൽ ഒരു വൃക്ഷം നടുന്നു, ഒരു തൈയാണ് നടുന്നത്. ആ തൈയിൽ നിറയെ പൂക്കൾ ഉണ്ടാവുന്നു, കാണാൻ ഭംഗിയുള്ളതാണ്. കുറെ കാലം കഴിഞ്ഞ് ആ ചെടി വളർന്നൊരു മരമായി തീരുമ്പോൾ അതിലെ പഴങ്ങൾ ഉണ്ടാകുന്നു. ആ പഴങ്ങൾ കണ്ടപ്പോഴാണ്, അല്ലെങ്കിൽ ആ പഴങ്ങൾ രുചിച്ചു നോക്കിയപ്പോഴാണ് അത് വിഷാംശമുള്ള ഒന്നായിട്ട് നമ്മൾ തിരിച്ചറിയുന്നത്. അങ്ങനെ തിരിച്ചറിഞ്ഞു, നമ്മളത് വെട്ടിക്കളഞ്ഞു. നമ്മളത് വെട്ടിക്കളയുമ്പോഴും ആ വൃക്ഷത്തിന്റെ ഫലങ്ങൾ പലയിടത്തായിട്ട് പക്ഷികൾ കൊണ്ടുപോയിട്ടിട്ടുണ്ട്. ആ തിന്മ പലയിടത്തായി മുളയ്ക്കാനിടയായിട്ട്. ഓരോ പ്രവൃത്തിയിലും ഇപ്രകാരം പ്രതിധ്വനികൾ ഉണ്ടാകും. വളരെ രുചികരമെന്ന് തോന്നി നാം കഴിക്കുന്ന ഭക്ഷണം നമ്മുടെ വയറിന് അസ്വസ്ഥത ഉണ്ടാക്കുന്നതായിട്ട് മാറുന്നു, ആരോഗ്യം ക്ഷയിക്കാൻ കാരണമായി മാറുന്നു. അത് അതിൻ്റെ ഒരു പ്രതിഫലനമാണ്. നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തിക്കും ഓരോ വിചാരത്തിനും വാക്കിനുമെല്ലാം ഇപ്രകാരമുള്ള ഒരു പ്രതിധ്വനി ഉണ്ടാകുന്നുണ്ട്. തിന്മ പറയുമ്പോൾ ഒരു തിന്മ നാം പ്രചരിപ്പിക്കുന്നു, ആ തിന്മ തിരിച്ചു കിട്ടാൻ സാധ്യതയുണ്ട്. അത് പ്രതിധ്വനിയാണ്. അത് ദൈവികമായ ഒരു പ്രവൃത്തിയോ ശിക്ഷയോ അല്ല എന്ന് മനസ്സിലാക്കണം. അത് പാപവുമായി ബന്ധപ്പെട്ടല്ല. നാം ചെയ്യുന്ന പ്രവൃത്തികൾ ക്രമരഹിതമാണെങ്കിൽ ക്രമരാഹിത്യത്തിനനുസരിച്ചുള്ള ഒരു ഫലം നമുക്ക് ലഭിക്കാം. മുകളിലേക്ക് ഒരു കല്ലെറിഞ്ഞാൽ അത് താഴേക്ക് വീഴാം. ആ താഴേക്ക് വീഴുമ്പോൾ തലയിൽ കൊള്ളാം. അപ്പോൾ കല്ലെറിയുക എന്നതിനകത്ത് അടങ്ങിയിരിക്കുന്ന ഒരു കാര്യമാണ്, ഒരു പ്രതിധ്വനിയുണ്ട്. ഇത് തികച്ചും സ്വാഭാവികമാണ്, പ്രകൃതിപരമായ കാര്യമാണ്. അത് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. ഇതിനെ ശിക്ഷയായിട്ടോ ദൈവം നൽകുന്ന കൂലിയായിട്ടോ താൽക്കാലിക ശിക്ഷയായിട്ടോ ഒന്നും തെറ്റിദ്ധരിക്കരുത്. ഇത് സ്വാഭാവിക പ്രകൃതിയാണ്.
ഇത് പാപവുമായി ബന്ധപ്പെട്ട കാര്യമല്ല, ഏതു പ്രവൃത്തിയുമായും ബന്ധപ്പെട്ട കാര്യമാണ്. തിന്മ പ്രവൃത്തി ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു ബാഡ് ഇമ്പാക്റ്റ് തിരിച്ചുണ്ടാകും, റിവേഴ്സ് ആയിട്ട് ഒരു ഫോഴ്സ് ഉണ്ടാകും. ആ തിന്മയുടെ ഫലമാണ്, അഥവാ അത് സ്വാഭാവിക ഫലമാണ്. ഇത് പാപവുമായി ബന്ധപ്പെട്ട കാര്യമല്ല. അതുകൊണ്ട് നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികളെ നമ്മൾ പരിശോധിക്കുകയും ആ പ്രവൃത്തികളിൽ ക്രമരാഹിത്യമില്ലാതിരിക്കാൻ, അക്രമമല്ലാതിരിക്കാൻ ശ്രദ്ധിക്കുകയും ചെയ്യണം. സാധാരണഗതി നമുക്കറിയാമല്ലോ, മദ്യപിച്ചാൽ അത് നമുക്ക് ആരോഗ്യ പ്രശ്നം ഉണ്ടാക്കും, സാമൂഹ്യ ബന്ധങ്ങളിൽ നിന്ന് അകറ്റും. അത് അതിന്റെ ഫലമാണ്. മദ്യപിക്കുമ്പോൾ സാമ്പത്തികമായി തകർച്ച ഉണ്ടാവും, അത് അതിന്റെ ഫലമാണ്. പക്ഷേ നീ അനുഭവിക്കുന്ന കഷ്ടതകൾക്കൊക്കെ കാരണം നീ ചെയ്യുന്ന പ്രവൃത്തിയാണ്, അതിന് ദൈവം നിന്നെ ശിക്ഷിക്കുന്നതാണ് എന്ന് വരുമ്പോൾ യാഥാർത്ഥ്യത്തിൽ നമ്മൾ അകന്നു പോകും. വാസ്തവത്തിൽ നമുക്ക് ശിക്ഷയുള്ളത് മരണശേഷമാണ്. മരണത്തിൽ തനത് വിധിയൊന്നുണ്ട്, തനത് വിധിക്ക് ശേഷം ഒരു പൊതുവിധിയുണ്ട്. ഈ തനത് വിധിയിൽ ഓരോരുത്തരും തങ്ങളുടെ പ്രവൃത്തികൾക്കനുസൃതമായി നന്മതിന്മകളെ സ്വീകരിക്കാനുള്ള അവസരമുണ്ട്. അവിടെ നന്മയാണ് ചെയ്തിട്ടുള്ളതെങ്കിൽ, മനസാക്ഷിക്കനുസരിച്ചാണ് പ്രവർത്തിച്ചിട്ടുള്ളതെങ്കിൽ, വചനപ്രകാരമാണ് ജീവിച്ചതെങ്കിൽ നിശ്ചയമായും അനുഗ്രഹിക്കപ്പെടും, അല്ലെങ്കിൽ ശിക്ഷയിലേക്ക് വിധിക്കപ്പെടും. നിത്യമായ ശിക്ഷയിലേക്ക് എത്തുന്നതിന്, അന്ത്യവിധി എത്തുന്നത് വരെ സ്വർഗം, നരകം, ശുദ്ധീകരണ സ്ഥലം എന്നീ 3 അവസ്ഥകൾ സഭ പഠിപ്പിക്കുന്നുണ്ട്. അവിടെ മനഃപൂർവം മനസാക്ഷിക്ക് വിരുദ്ധമായി, നിയമത്തിന് വിരുദ്ധമായി പ്രവർത്തിക്കുന്നവർ, മനഃപൂർവം മനസ്സറിവോടെ അവരെതിരായി പോകുമ്പോൾ, സ്നേഹവിരുദ്ധമായി പോകുമ്പോൾ, ക്രിസ്തു സ്നേഹത്തിൽ നകരുമ്പോൾ നിത്യശിക്ഷ ഉണ്ടാവും. അവിടെയാണ് നരകം നൽകപ്പെടും. ഇനി മനഃപൂർവമല്ലാതെ, മനസ്സറിഞ്ഞുകൊണ്ടൊക്കെ തന്നെയാണ്, പക്ഷെ മനഃപൂർവമല്ലാതെ തിന്മകളിലേക്ക് വീണു പോകുമ്പോൾ അത് ശുദ്ധീകരണ സ്ഥലത്തേക്ക് നമ്മളെ എത്തിക്കും. പർദീസയിലേക്ക് എത്തണമെങ്കിൽ നന്മയിലൂടെ ചരിക്കണം. ഇത് നിത്യശിക്ഷയുമായി ബന്ധപ്പെട്ട കാര്യമാണ്, താൽക്കാലിക ശിക്ഷയുമായി ബന്ധപ്പെട്ട കാര്യമല്ല. വിശുദ്ധ മത്തായി സുവിശേഷത്തിൽ 5-ാം അധ്യായത്തിൽ 29-ാം തിരുവചനത്തിൽ ഈശോ പറയുന്നുണ്ട്, 2 കണ്ണുകളോട് നരകത്തിൽ വീഴുന്നതിനേക്കാൾ നല്ലത് 1 കണ്ണോടുകൂടി സ്വർഗത്തിൽ പ്രവേശിക്കുന്നതാണ്. അപ്പൊ അതുകൊണ്ട് നമ്മുടെ പ്രവൃത്തികളെ നാം പരിശോധിക്കണം. ആ പ്രവൃത്തികളിൽ തിന്മ ഉണ്ടാകുമ്പോൾ ശിക്ഷ ഉണ്ടാകുന്നത് ഭൂമിയിൽ വെച്ചല്ല, നിത്യശിക്ഷ നരകത്തിൽ വീഴുന്നത് നമ്മൾ മനഃപൂർവം മനസാക്ഷിക്ക് വിരുദ്ധമായി, സ്നേഹവിരുദ്ധമായി പ്രവർത്തിക്കുമ്പോഴാണ്. അത് വിചാരത്തിലും വാക്കിലും പ്രവൃത്തിയിലും ഉപേക്ഷയുള്ള കാര്യങ്ങളുണ്ട്. അവയിലാണ് പാപമോചനം നമുക്ക് ലഭിക്കുക. പാപമോചനം വഴി കൗദാശിക വരപ്രസാദത്തിലേക്ക് തിരിച്ചു വരാൻ നമുക്ക് കഴിയും, പാപത്തിനെതിരായി ജീവിക്കാൻ കഴിയും. ഇതാണ് നിത്യശിക്ഷയുമായി ബന്ധപ്പെട്ട കാര്യം. സംശയം എപ്പോഴും ഉണ്ടാകുന്നത് താൽക്കാലിക ശിക്ഷയെ സംബന്ധിച്ചാണ്. നമ്മുടെ പ്രവൃത്തികൾക്കൊക്കെ ഒരു കോൺസിക്വൻസ് ഉണ്ടെന്ന് പറഞ്ഞു, അതുമായി ബന്ധപ്പെട്ടല്ല ഇത്. താൽക്കാലിക ശിക്ഷയെ പഴയ നിയമം മനസ്സിലാക്കുന്നത് പോലെയാണെങ്കിൽ നാം തെറ്റിദ്ധരിക്കപ്പെടും. ഉൽപ്പത്തി പുസ്തകത്തിൽ 3-ാം അധ്യായത്തിൽ 13-14 തിരുവചനങ്ങളിൽ ദൈവം മനുഷ്യനോട് പറയുന്നുണ്ട്, സ്ത്രീയുടെ വാക്കുകേട്ട് ഈ പഴം തിന്നതുകൊണ്ട് ഈ ഭൂമി ശപിക്കപ്പെട്ടതായി തീരും. അങ്ങനെ ശപിക്കപ്പെട്ടതായി തീരുന്ന ഈ ഭൂമി മുള്ളും മുൾച്ചെടിയും നിനക്ക് വേണ്ടി മുളപ്പിക്കും, നീ നിന്റെ നെറ്റിയിലെ വേർപ്പ് കൊണ്ട് ഭക്ഷിക്കും. അങ്ങനെ മനുഷ്യനെ ശപിക്കുന്നതായിട്ട് അവിടെ പറയുന്നുണ്ട്. അവിടെ ഇത് താൽക്കാലിക ശിക്ഷയാണെന്ന് പലപ്പോഴും തെറ്റിദ്ധരിപ്പിക്കപ്പെടുന്നു. വാസ്തവത്തിൽ പഴയ നിയമത്തിൽ പറഞ്ഞ ഈ ശിക്ഷ ക്രിസ്തുവിൽ ഇളവ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. സ്ത്രീയുടെ വാക്കുമൂലം ഈ പഴം തിന്നതുകൊണ്ട് മണ്ണ് ശപിക്കപ്പെട്ടതായി തീരുമെന്ന് പറഞ്ഞിട്ട് മണ്ണിന്റെ നെറുകയിൽ കുരിശിൽ മരിച്ച് രക്തം ചിന്തിക്കൊണ്ട് ക്രിസ്തു ആ പാപത്തിന്റെ കെട്ടിൽ നിന്ന് നമ്മെ വിമോചിപ്പിക്കുന്നു. രണ്ടാമത് മുള്ളും മുൾച്ചെടിയും മുളപ്പിക്കുമെന്ന് പറഞ്ഞപ്പോ അവിടെ ക്രിസ്തു തന്റെ ശിരസിൽ ആ മുൾക്കിരീടം അണിയുന്നു. മൂന്നാമത് സസ്യങ്ങൾ നിനക്ക് ഭക്ഷണമാകുമെന്ന് പറയുമ്പോൾ യഥാർത്ഥ ഭക്ഷണത്തെക്കുറിച്ച് യോഹന്നാൻ സുവിശേഷത്തിൽ 6-ാം അധ്യായത്തിൽ അവിടെ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അത് യേശു തന്നെയാണ് യഥാർത്ഥ ഭക്ഷണം. അങ്ങനെ ഇന്ന് കുർബാനയിൽ സസ്യങ്ങൾ അർപ്പിക്കുകയും ആ സസ്യങ്ങൾ ക്രിസ്തുവായി രൂപാന്തരപ്പെടുകയും ചെയ്യുന്നു എന്ന് പറയുന്നിടത്ത് വാസ്തവത്തിൽ ശിക്ഷയിൽ നിന്ന് നമുക്കുണ്ടായ ഇളവിനെ കുറിച്ചാണ്, മോചനത്തെക്കുറിച്ചാണ് പറയുന്നത്. അതുകൊണ്ട് താൽക്കാലിക ശിക്ഷയെക്കുറിച്ച് ഉദാഹരിക്കാൻ വേണ്ടി ഉൽപ്പത്തി പുസ്തകത്തിൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് എന്ന കാര്യം എവിടെയെങ്കിലും പ്രയോഗിക്കുന്ന കേട്ടാൽ തിരിച്ചറിഞ്ഞു കൊള്ളണം. അത് ക്രിസ്തുവിൽ മാറ്റപ്പെട്ടിട്ടുണ്ട്, പൂർത്തീകരിക്കപ്പെട്ടിട്ടുണ്ട്. യേശു തന്നെയാണ് യഥാർത്ഥ ഭക്ഷണം നിലയ്ക്ക് വന്നിട്ടുണ്ട്. ഇനി രണ്ടാമത്തേത് നമ്മൾ കേൾക്കുന്നത് സംഖ്യാപുസ്തകത്തിലെ കാര്യമാണ്. സംഖ്യാപുസ്തകത്തിൽ 12-ാം അധ്യായത്തിൽ 1 മുതൽ 15 വരെ തിരുവചനങ്ങളിൽ
മരിയാം ശിക്ഷിക്കപ്പെടുന്നതായി കാണുന്നുണ്ട്. ശിക്ഷയായിട്ടാണ് രോഗം വരുന്നതെന്നാണ് അവർ ധരിക്കുന്നത്. ഇത് അന്നത്തെ കാലത്തെ ബോധമാണ്, പഴയ നിയമ ബോധമാണ്. പഴയ നിയമത്തിൽ ദൈവം തെറ്റ് ചെയ്ത് അപ്പം തന്നെ അടിക്കുന്ന സ്വഭാവമാണ് കാണിക്കുക. തെറ്റ് ചെയ്താൽ ശിക്ഷിക്കും. അതാണ് പഴയ നിയമകാലത്തെ ബോധ്യം. അപ്പൊ അവിടെയാണ് മരിയാം മോശയ്ക്കെതിരെ സംസാരിക്കുന്നു. അതിന്റെ ഫലമായി കുഷ്ഠമുള്ളവളായിട്ട് മാറുന്നു. ഇത് ആ ചെയ്ത പ്രവൃത്തിയുടെ ഫലമാണ് എന്ന് പറയുന്നു. അതൊരു ശിക്ഷയായിട്ടാണ് അന്ന് കണക്കാക്കപ്പെട്ടിരുന്നത്. 20-ാം അധ്യായത്തിൽ മെരിബായിലെ ജലത്തെക്കുറിച്ച് പറയുന്ന ഭാഗത്ത് മോശ ദൈവത്തിന്റെ വാക്ക് വിശ്വസിക്കാതെ, ദൈവം ഒരു വാക്ക് പറയാൻ പറഞ്ഞു, മോശ ആദ്യത്തെ എന്ന പോലെ ഒരു വടിയും കൊണ്ട് ചെന്ന് പാറമേലടിച്ചു. അങ്ങനെ ദൈവം പറഞ്ഞത് കേൾക്കാതാവുമ്പോൾ മോശയോട് ദൈവം പറയുന്നുണ്ട്, നീ കാനാൻ ദൂരെ നിന്ന് കാണും, അവിടെ പ്രവേശിക്കില്ല. ഇനി 2 സാമുവേലിന്റെ പുസ്തകത്തിൽ നമുക്ക് കാണാൻ പറ്റും. അവിടെ ദാവീദ് ഊറിയായെ കൊന്നു, ഭാര്യയെ തട്ടിയെടുത്തു. അപ്പോ ദൈവം ദാവീദിനോട് ക്ഷമിക്കുന്നുണ്ട്. പക്ഷെ ദാവീദിനോട് പറയുന്ന പാപത്തിന്റെ ഫലമായിട്ട് നിന്റെ കുഞ്ഞു മരിച്ചു പോകും. അവിടെ ഒരു നീതികെട്ട ദൈവത്തെയാണ് നമ്മൾ കാണുക. വാസ്തവത്തിൽ തെറ്റ് ചെയ്തത് ദാവീദാണ്, ശിക്ഷ അനുഭവിക്കുന്ന കുട്ടിയാണ്. അപ്പൊ അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇത് പഴയ നിയമ ബോധമാണ്. പഴയ നിയമകാലത്ത് കുഷ്ഠം ഒരു ശാപമായിട്ടും ശിക്ഷയായിട്ടും ഒക്കെയാണ് കരുതിയിരുന്നത്, രോഗമായിട്ടല്ല. ശുദ്ധീകരിക്കപ്പെടേണ്ട ഒരു കാര്യമായിട്ടാണ് കരുതിയിരുന്നത്. പാപത്തിന് ദൈവം നൽകുന്ന ശിക്ഷയായിട്ടാണ്. വാസ്തവത്തിൽ കുഷ്ഠം ഒരു രോഗമാണെന്ന് എന്ന് നമുക്കറിയാം. കുഷ്ഠം ആരുടെയും ശാപം കൊണ്ടുണ്ടാകുന്നതല്ല. അതെങ്ങനെയാണ് ഉണ്ടാകുന്നതെന്ന് കണ്ടുപിടിച്ചിട്ടുണ്ട്. അതിന് ചികിത്സയുണ്ട്. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത്, പഴയ നിയമത്തിന്റെ ബോധ്യത്തിലേക്ക് നമ്മൾ പോകരുത്. ഈ പഴയ നിയമത്തിന്റെ ബോധ്യത്തിന് ഹിന്ദുമത ദർശനങ്ങളിലെയും ബുദ്ധമത ദർശനങ്ങളിലെയൊക്കെ കാര്യങ്ങളായിട്ട് സാമ്യം നമുക്ക് കാണാൻ പറ്റും. അവിടെ ഈ കർമ്മഫല സിദ്ധാന്തം വരുന്നുണ്ട്. അവിടെയാണ് നമ്മൾ കാണുന്നത്, ചെയ്യുന്ന പ്രവൃത്തികൾക്കനുസരിച്ച് ഫലം ലഭിക്കും. നിന്റെ കർമ്മം മോശമാണെങ്കിൽ നിന്റെ ജീവിതത്തിൽ അതിന് അനുഭവം ഉണ്ടാവും, ശിക്ഷ ഉണ്ടാവും. അപ്പൊ ഈ കർമ്മഫല സിദ്ധാന്തത്തിൽ നമ്മൾ വിശ്വസിക്കുന്നില്ല. കർമ്മഫലം എല്ലാം അനുഭവിക്കുന്നത് മരണാനന്തര ജീവിതത്തിലാണ്, നിത്യജീവിതവുമായി ബന്ധപ്പെട്ടാണ്. അങ്ങനെ നിത്യജീവിതവുമായി ബന്ധപ്പെട്ടാണ്. അതുകൊണ്ട് തന്നെ ഈശോ മിസ്റ്റർ ലൂക്കാസ് സുവിശേഷത്തിൽ 12-ാം അധ്യായത്തിൽ 5-ാം തിരുവചനത്തിൽ പറയുന്നുണ്ട്, നിങ്ങളുടെ ശരീരത്തെ കൊല്ലുന്നതിനേക്കാൾ കവിഞ്ഞ് ഒന്നും ചെയ്യാൻ കഴിവില്ലാത്തവരെ നിങ്ങൾ ഭയപ്പെടേണ്ട. മരിച്ചതിന് ശേഷം നിത്യാഗ്നിയിലേക്ക് നിങ്ങളെ തള്ളിക്കളയാൻ കെൽപ്പുള്ളവനെ ഭയപ്പെടുവിൻ. അതുകൊണ്ട് ഈ ലോകത്തെ ഭയപ്പെട്ടും ലോകത്തുണ്ടാകുന്ന പ്രതികൂലങ്ങളെ ഭയപ്പെട്ടും അല്ല നിങ്ങൾ നന്മ ചെയ്യേണ്ടത്. അത് ക്രിസ്തുവിനെ പ്രതിയാണ്. ലോകത്തെ നിങ്ങൾ ഭയക്കേണ്ട, ഈ സാഹചര്യങ്ങളൊന്നും നിങ്ങൾ ഭയക്കേണ്ട. ഇനി മറ്റൊരു കാര്യം നമുക്ക് ആലോചിക്കാവുന്നത്, നമ്മുടെ വിശുദ്ധാത്മാക്കളൊക്കെ രോഗങ്ങൾ വന്നവരാണ്, വലിയ കെടുതികൾ സഹിച്ചവരാണ്, പലരും പീഡിപ്പിക്കപ്പെട്ടവരാണ്. അപ്പോൾ ഈ നന്മ ചെയ്ത് ജീവിച്ച ആളുകൾക്ക് എന്തുകൊണ്ട് ഈ ഫലം ഉണ്ടാവും? അതൊക്കെ പുണ്യാത്മാക്കളല്ലേ എന്ന് പറഞ്ഞ് മാറ്റിവെക്കാൻ കഴിയില്ല. അവരും സാധാരണ മനുഷ്യരായിരുന്നു, അവരും സാധാരണ ജീവിച്ചവരാണ്. യേശുവിനെ സ്വീകരിക്കാനുള്ള കൊതി കൊണ്ട് 15 വയസ്സാകുമ്പോൾ മിണ്ടാമടത്തിൽ ചേരാൻ ആഗ്രഹിച്ച കൊച്ചുത്രേസ്യ 9 വർഷം ക്ഷയരോഗമായിട്ടാണ് ജീവിക്കുന്നത്. ആ ക്ഷയരോഗത്തിന് മൂർധന്യത്തിൽ രക്തം ഛർദ്ദിച്ചാണ് അവൾ മരിക്കുന്നത്. എത്രത്തോളം കഠിനമായ വേദനയിലൂടെ കടന്നുപോയി. അവൾ എന്തെങ്കിലും കുറ്റം ചെയ്തിട്ടാണെന്ന് പറയാൻ പറ്റും? നന്മയല്ലേ ആഗ്രഹിച്ചിട്ടുള്ളൂ, നന്മയല്ലേ ചെയ്തിട്ടുള്ളൂ. ഫാദർ ഡാമിയന്റെ കാര്യം അറിയാം, അൽഫോൻസാമ്മയുടെ കാര്യം അറിയാം. അവരൊക്കെ ജീവിതത്തിൽ നന്മയാണ് ചെയ്തത്, പക്ഷേ സഹനങ്ങളിലൂടെയാണ് കടന്നുപോയത്. അപ്പൊ സഹനങ്ങളും ജീവിത സഹനങ്ങളും ചെയ്യുന്ന പ്രവൃത്തിയുമായിട്ട് ഒരു ബന്ധവുമില്ല എന്ന കാര്യം അറിയണം. നന്മ ചെയ്യുന്നവർക്ക് നന്മ ലഭിക്കുകയും തിന്മ ചെയ്യുന്നവർക്ക് തിന്മ ലഭിക്കുകയും ചെയ്യുന്ന ഒരിടമൊന്നുമല്ല ഭൂമി. ഇവിടെ സ്വാഭാവികമായ ഒരു നശ്വര പ്രകൃതിയുണ്ട്, തടസ്സങ്ങളുണ്ട്, ക്ലേശങ്ങളുണ്ട്. ഇത് മാനുഷിക വ്യവഹാരങ്ങൾക്കകത്ത് സംഭവിക്കുന്ന കാര്യമാണ്. കോൺസിക്വൻസ് ഉണ്ടാകാം. ചെയ്യുന്ന പ്രവൃത്തികൾക്കനുസരിച്ച് കിട്ടുന്ന പണമൊക്കെ ദൂർത്തടിച്ചു പോകുമ്പോൾ ദാരിദ്ര്യം ഉണ്ടാകാം. പക്ഷെ ദരിദ്രൻ ഉണ്ടാകുന്നത് മദ്യപിച്ചിട്ടല്ല. മദ്യപിക്കാത്തവരും ദരിദ്രരായിട്ടുണ്ട്. മഹാഭൂരിപക്ഷം വരുന്ന ആളുകൾ ദരിദ്രരായി മാറുന്നത് അവർ ചൂഷണം ചെയ്യപ്പെടുന്നത് കൊണ്ടാണ്, അടിച്ചമർത്തപ്പെട്ടത് കൊണ്ടാണ്, ഒരു തുണ്ട് ഭൂമി പോലും ഇല്ലാതായി പോയത് കൊണ്ടാണ്. അവർക്ക് നേരിടേണ്ടി വന്ന ശ്രേണീകൃതമായ അസമത്വം മൂലമാണ്, ഡിസ്ക്രിമിനേഷൻ മൂലമാണ്. അതുകൊണ്ട് സ്വത്തില്ലാതായി പോയതും സമ്പത്തില്ലാതായി പോയതും അവന്റെ പ്രവൃത്തിയുടെ ഫലമല്ല, അവന്റെ മേൽ നടത്തിയ അതിക്രമങ്ങളുടെ ഫലമാണ്. അത് അങ്ങനെ തന്നെ തിരിച്ചറിയണം. നമ്മൾ പലപ്പോഴും പറയുന്നത് കാശുണ്ടാക്കിയത് അവന്റെ കഴിവാന്ന അല്ല. കാശുണ്ടാക്കിയത് അടിച്ചമർത്തപ്പെട്ടവനിൽ നിന്ന് ചൂഷണം ചെയ്തെടുത്തതാണ്, അല്ലാതെ ആർക്കും സ്വന്തമായി കിട്ടിയതല്ല.
സമ്പത്ത് ഒരിടത്ത് കുമിഞ്ഞു കൂടുന്നുണ്ടെങ്കിൽ ബാക്കിയുള്ളവരിൽ നിന്ന് ചൂഷണം ചെയ്യപ്പെടുന്നുണ്ട്, അവർക്ക് അവകാശമായത് കിട്ടാതെ പോകുന്നുണ്ട്. അത് അവന്റെ ബലക്കുറവിന്റെ മേൽ പലതരത്തിൽ അടിച്ചേൽപ്പിക്കപ്പെട്ട് ഡിസ്ക്രിമിനേഷൻ കൊണ്ടുണ്ടാകുന്നതാണ്. അതിനെ അങ്ങനെ തന്നെ മനസ്സിലാക്കണം. അതുകൊണ്ട് തൊഴിലാളി ഒരിക്കലും സമ്പന്നനാകുന്നില്ല, ദരിദ്രനായിരിക്കുന്നു. അവനെ ചൂഷണം ചെയ്യുന്ന മുതലാളി നാൾക്ക് നാൾ വളരുന്നു. നമ്മൾ അങ്ങനെയാണല്ലോ. ഇതൊക്കെ ദൈവം കൊടുത്തതാണെന്ന് അവർ അവരുടെ കാറിൽ എഴുതി വെക്കും. അത് കാണുമ്പോൾ നമ്മൾ വിശ്വസിക്കും. അവർ പറയും ഇതെല്ലാം ദൈവം തന്നതാണ്, ഞങ്ങൾ അനുഗ്രഹിച്ചതാണ്. അത് സാധാരണക്കാരൻ വിചാരിക്കും എന്നെ ദൈവം അനുഗ്രഹിക്കാത്തതുകൊണ്ടാണ് കിട്ടാത്തതെന്ന്. വാസ്തവത്തിൽ നീതി എങ്ങനെയാണെന്ന് വെച്ചാൽ അത് എല്ലാവർക്കും വേണ്ടി നൽകിയതായിരുന്നു, അത് ചൂഷണം ചെയ്തു. അതുകൊണ്ട് നമുക്കറിയാം ലാസറിന്റെയും ധനവാന്റെയും ഉപമ. അവിടെ ലാസർ അബ്രഹാമിന്റെ മടിയിലും ധനവാൻ നരകത്തിലും തലകീഴായി മറിയും. അതുകൊണ്ട് ദരിദ്രന്റെ ദരിദ്രാവസ്ഥ അവന്റെ പാപത്തിന്റെ ഫലമാണെന്നോ അവന് സമ്പത്തില്ലായ്മ അവന്റെ പാപത്തിന്റെ ഫലമാണെന്നോ കർമ്മഫലമാണെന്നോ പറയുന്നതിൽ അർത്ഥമില്ല. അത് നീതിരഹിതമായി പ്രവർത്തിക്കുന്നത് കൊണ്ടുണ്ടാകുന്നതാണ്. കൊടുക്കേണ്ടവൻ കൊടുക്കാത്തത് കൊണ്ടാണ്. വാസ്തവത്തിൽ ഈ ധനവാന്റെയും ലാസറിന്റെയും ഉപമയിൽ ധനവാൻ തെറ്റൊന്നും ചെയ്യുന്നില്ല. തനിക്കുള്ളതൊക്കെ ഉപയോഗിച്ച് മൃദുല വസ്ത്രങ്ങൾ ധരിക്കുകയും വിഭവസമൃദ്ധമായ ഒരു മേശയിൽ നിന്ന് ഭക്ഷിക്കുകയും ചെയ്യുന്നു. ഉച്ചിഷ്ടമൊക്കെ താഴെ വീഴുന്നുണ്ട്, യാചകൻ കഴിക്കുന്നുണ്ട്. ലാസർ വ്രണം ഉണ്ടായിരുന്നു അവന്, ആ വ്രണങ്ങളൊക്കെ നായ്ക്കൾ നക്കുന്നുണ്ട്. അപ്പോ അവന്റെ നീചാവസ്ഥ വാസ്തവത്തിൽ അവൻ പ്രവർത്തിച്ചു നേടിയതല്ല, അല്ലെങ്കിൽ അവൻ കർമ്മം ചെയ്യാത്തത് മൂലമല്ല. ഈ പറഞ്ഞ ധനവാൻ തനിക്കുള്ളവ തന്റേതല്ലെന്നും അവന്റേത് കൂടിയുമാണെന്ന് തിരിച്ചറിഞ്ഞ് സാഹോദര്യത്തിലേക്ക് അവനെ ഉയർത്താതെ പോയത് കൊണ്ട് മാത്രം സംഭവിച്ചതാണ് ആ പതിതാവസ്ഥ. ആ പതിതാവസ്ഥ ദൈവസന്നിധിയിൽ ഉയർത്തപ്പെടുന്നു. അതുകൊണ്ടാണ് നമുക്ക് കാണാം വെളിപാടിന്റെ പുസ്തകത്തിൽ 7:14 പറയുന്നുണ്ട്, ദൈവത്തെ സ്തുതിക്കുന്നവർ, ക്ലേശങ്ങളിൽ നിന്ന് വന്നവർ, തങ്ങളുടെ ജീവിതത്തിലുണ്ടായ ക്ലേശങ്ങളെ കുഞ്ഞാടിന്റെ രക്തത്തിൽ കഴുകി വെളുപ്പിച്ചവർ, അവർ ശുഭ്രവസ്ത്രധാരികളായി ദൈവസന്നിധിയിൽ ദൈവത്തെ സ്തുതിക്കുന്നു. അതുകൊണ്ട് കഷ്ടപ്പാടുകൾ ഉണ്ടാകുന്നത് പാപത്തിന്റെ ഫലമായിട്ട് കാണരുത്, താൽക്കാലിക ശിക്ഷയായിട്ട് കാണരുത്. ഇനി എന്താണ് താൽക്കാലിക ശിക്ഷ? അതിനെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കണം. താൽക്കാലിക ശിക്ഷ എന്നാൽ രോഗങ്ങളോ ദുരിതങ്ങളോ അല്ല, ടെൻഡൻസി ഫോർ സിന്നിങ് ആണ്, പാപം ചെയ്യാനുള്ള പ്രേരണയാണ്. നമുക്ക് നമ്മൾ ചെയ്യുന്ന പാപത്തിന്റെ അനന്തരഫലങ്ങൾ നിലനിൽക്കുന്നത് പലപ്പോഴും കാണാം. ഒരാളെ കൊന്നു കഴിയുമ്പോൾ കൊല്ലപ്പെട്ടയാളുടെ കുടുംബം അനുഭവിക്കുന്ന ദുഃഖവും കുട്ടികൾ അനുഭവിക്കുന്ന അനാഥത്വവും ഒക്കെ അവിടെ നിലനിൽക്കുന്നുണ്ട്. അതിന് പരിഹാരം ചെയ്യാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. ഇതതിന്റെ അനന്തരഫലമാണ്. നമ്മളൊരു നുണ പറയുന്നു. നുണ പറയുമ്പോൾ നമ്മൾ കുമ്പസാരിച്ച ശേഷവും ഈ താൽക്കാലിക ശിക്ഷ എന്നൊന്നുണ്ട്, അല്ലെങ്കിൽ കാലിക ശിക്ഷ എന്നുണ്ട്. അത് നിരന്തരം നുണ പറയാൻ പ്രേരണ നൽകിക്കൊണ്ടിരിക്കും. നമ്മൾ കുമ്പസാരിക്കുമ്പോഴും പാപവിമോചനം ലഭിക്കുമ്പോഴും പാപച്ചായ്ച്ചലുകളും പാപ സാഹചര്യങ്ങളും ഒഴിവാക്കപ്പെടുന്നില്ല. എന്തിനു വേണ്ടിയാണ്? അത് പുണ്യം ചെയ്യാൻ വേണ്ടിയാണ്, ഇനി അത് ആവർത്തിക്കാതിരിക്കാൻ വേണ്ടിയാണ്. അവിടെ നമ്മൾ ചെയ്ത ഈ പാപത്തിന്റെ താൽക്കാലിക ഫലങ്ങൾ നമ്മെ വേട്ടയാടും, പാപം ചെയ്യാനുള്ള പ്രേരണ നമുക്കുണ്ടാവും. ടെൻഡൻസി ഫോർ സിന്നിങ്. താൽക്കാലിക ശിക്ഷ രോഗമോ ദുരിതമോ ലോകത്തുള്ള മഹാമാരി ഒന്നുമല്ല. ഈ ലോകത്ത് നാം ജീവിക്കുമ്പോൾ നമ്മൾ ചെയ്ത പ്രവൃത്തികളുടെ പ്രതിധ്വനികൾ ഉണ്ടാകാം. ആ പ്രതിധ്വനികൾ ശിക്ഷയുമായി ബന്ധപ്പെട്ടതല്ല. മാത്രമല്ല, ഈ ലോകം എന്ന് പറയുന്നത് ഇങ്ങനെ ക്ലേശങ്ങളുടെയും ദുരിതങ്ങളുടെയും പരിമിതികളുടെയും ഒരിടമാണ്. അതിൽ നന്മ ചെയ്യുന്നവനും തിന്മ ചെയ്യുന്നവനും വ്യത്യാസമൊന്നുമില്ല. ദുഷ്ടന്റെയും ശിഷ്ടന്റെയും മേൽ മഴ പെയ്യ്ക്കുകയും നീതിമാന്റെ മേലും നീതിരഹിതന്റെ മേലും സൂര്യനെ ഉദിപ്പിക്കുകയും ചെയ്യുന്നവനാണ് ദൈവം. അവിടെ ഈ വിവേചനമില്ല. അപ്പൊ അതുകൊണ്ട് ലോകത്തുള്ള പരിമിതികൾ കാണുമ്പോൾ മനസ്സിലാക്കേണ്ടത് സാഹോദര്യം മുഖേന, സ്നേഹം മുഖേന ഈ പരിമിതിയെ മറികടക്കാൻ നമുക്ക് കഴിയേണ്ടതായിരുന്നു. രണ്ടാമത്തെ കാര്യം, ഇപ്പോ രോഗങ്ങളും ക്ലേശങ്ങളും ഒക്കെ ഉണ്ടാവുന്നു. ആ രോഗങ്ങളും ക്ലേശങ്ങളും ഒക്കെ ഉണ്ടാകുമ്പോൾ അത് ജീവിതത്തെ നേരിടാനുള്ള ഒരു അവസരമാണ്. സഹനം വഴി നമുക്ക് നേരിടാൻ കഴിയും. നമ്മുടെ കുറവുകൾക്കും പോരായ്മകൾക്കും പകരമായി ഈ കഷ്ടതകളെ സ്വീകരിക്കാൻ നമുക്ക് കഴിയും. അങ്ങനെ കഷ്ടതകളും രോഗങ്ങളും സഹനങ്ങളും ഒക്കെ ഉണ്ടാകുന്നതിന് നമ്മൾ ചെയ്ത പ്രവൃത്തികളുടെ കുറവുകൾക്ക് പരിഹാരമായി കാഴ്ചവെക്കാൻ നമുക്ക് കഴിയും. വിശുദ്ധീകരണ മാർഗമായി നമുക്ക് സ്വീകരിക്കാൻ കഴിയും. അത് ദൈവം നമ്മെ വിശുദ്ധീകരിക്കാൻ വേണ്ടി ചൂളലിടാൻ വേണ്ടി നൽകുന്നതല്ല, പൊതുവായതാണ് ഇത്തരം പരിമിതികൾ. ആ പരിമിതികളെ സ്വീകരിച്ചുകൊണ്ടും ദൈവേഷ്ടത്തിലേക്ക് ഹൃദയത്തെ ഉയർത്തിക്കൊണ്ടും നമുക്ക് നന്മയിലേക്ക് വളരാൻ കഴിയും. നമ്മൾ ചെയ്ത പ്രവൃത്തികളുടെ കുറവുകളെ പരിഹരിക്കാനുള്ള ഒരു വേദിയാക്കി ഈ സഹനമാർഗത്തെ നമുക്ക് സ്വീകരിക്കാൻ പറ്റും. ശുദ്ധീകരണ സ്ഥലത്തിൽ അഗ്നിയിൽ കിടന്ന് നിത്യശിക്ഷയിൽ നിന്ന് മോചനം നേടാൻ വേണ്ടി
നമ്മുടെ ആത്മാവ് വേകുന്നതിനേക്കാൾ എളുപ്പത്തിൽ ജീവിതത്തിൽ നൽകപ്പെടുന്ന ഈ സഹനാവസരങ്ങളെ നമുക്ക് വിനിയോഗിക്കാൻ കഴിയും. കാരണം ശരീരവും മനസ്സും ഉള്ളതുകൊണ്ട് നമുക്ക് വിനിയോഗിക്കാൻ കഴിയും. അതുകൊണ്ട് ക്ലേശങ്ങളും ദുരിതങ്ങളും കഷ്ടതകളും ഒക്കെ നമുക്കൊരു ഉപകാരമായിട്ടാണ് കാണേണ്ടത്. അതല്ലാതെ അതൊരിക്കലും ദൈവം നമുക്ക് നൽകുന്ന താൽക്കാലിക ശിക്ഷകളല്ല. ശിക്ഷ മരണശേഷമാണെന്നറിയണം. അത് തനത് വിധിയിലും പൊതുവിധിയിലുമാണ്. തനത് വിധിയിൽ നമ്മുടെ പ്രവൃത്തികൾക്കനുസരിച്ച് താൽക്കാലികമായി വിധിക്കപ്പെടുന്നു. താൽക്കാലിക ശിക്ഷയല്ലത്. ആ വിധി പരിപൂർണമാക്കപ്പെടുന്നത് അന്ത്യവിധിയിലാണെന്ന് മാത്രം. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കണം, രോഗങ്ങളോ ക്ലേശങ്ങളോ തകർച്ചകളോ കഷ്ടതകളോ ഒക്കെ ഉണ്ടാകുന്നത് ശിക്ഷയായിട്ട് കാണരുത്. അത് താൽക്കാലിക ശിക്ഷയല്ല. ലോകത്ത് നന്മ ചെയ്യുന്നവരും തിന്മ ചെയ്യുന്നവരും ഈ നശ്വര പ്രകൃതിയുടെ ഭാഗമാണ്. അവർ അത് അനുഭവിച്ചേ മതിയാവും. അതുകൊണ്ട് രോഗങ്ങൾ ഉണ്ടാകുന്നത് ആരുടെയെങ്കിലും കുറവ് കൊണ്ടാണ് ചിന്തിക്കരുത്. രോഗങ്ങൾ ഉണ്ടാകുന്നതും കഷ്ടത ഉണ്ടാകുന്നതും ഒക്കെ സാമാന്യ പ്രകൃതിയാണ്. മാർപ്പാപ്പ ഒരു ലങ്സുമായിട്ടാണ്, ഒരു ശ്വാസകോശമായിട്ടാണ് 21 വയസ്സ് മുതൽ ദൈവസന്നിധിയിലേക്ക് യാത്രയാകുന്ന ഈ സമയം വരെ ജീവിച്ചത്. വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയ്ക്ക് പാർക്കിൻസൺസ് ഉണ്ടായിരുന്നു. അതേപോലെ നിരവധിയായ ആളുകളെ നമുക്ക് കാണാൻ, നന്മ ചെയ്യുന്നവർക്ക് ഇങ്ങനെ രോഗങ്ങളും ദുരിതങ്ങളും ഒക്കെ ഉള്ളത് കാണാൻ പറ്റും. ആ നന്മ ചെയ്യുന്ന പ്രവൃത്തികളെ ഈ സഹനങ്ങളിലൂടെ കടന്നു പോകുന്ന ആളുകൾ നിറവേറ്റുമ്പോൾ അവർ കൂടുതൽ ശോഭയുള്ളവരായിട്ട് മാറും, ദൈവേഷ്ടത്തിനനുസരിച്ച് മാറുന്നവരായിട്ട് മാറും. എന്നല്ലാതെ ഈ പറഞ്ഞ പരിമിതികളൊന്നും താൽക്കാലിക ശിക്ഷയല്ല, കാലിക ശിക്ഷയല്ല. കാലിക ശിക്ഷ എന്നാൽ ടെൻഡൻസി ഫോർ സിന്നിങ് ആണെന്ന് തിരിച്ചറിയണം. ഇനി ഇപ്പൊ അവനവന്റെ കുഴപ്പം കൊണ്ടാണ് ദുരിതങ്ങൾ ഉണ്ടാകുന്നത്, കർമ്മഫലമാണെന്ന് പറയുന്നത് ഏൽക്കാതെ പോകുമ്പോൾ, കാരണം നന്മ ചെയ്യുന്നവർക്ക് ഇങ്ങനെ വരാമല്ലോ, ഉടനെ നമ്മൾ പറയുന്നത് അത് പൂർവികരുടെ കുഴപ്പം കൊണ്ടാണ്. ഇത് മുജ്ജന്മ സിദ്ധാന്തമാണ്. ഇത് ക്രൈസ്തവ വിശ്വാസവുമായി ധാർമ്മികതയുമായി യാതൊരു ബന്ധമുള്ള കാര്യമല്ല. മുജ്ജന്മ സിദ്ധാന്തം നേരത്തെ പറഞ്ഞല്ലോ, ദാവീദ് തെറ്റ് ചെയ്ത് ദാവീദിന്റെ കുഞ്ഞ് മരിച്ചു പോകും. അത് പഴയ നിയമകാലത്ത് അത് വിശ്വാസമായിരുന്നു. അതല്ലെങ്കിൽ ലോക മതങ്ങളിലൊക്കെ അതുണ്ട്. ക്രൈസ്തവ ധാർമ്മികത പഠിപ്പിക്കുന്നത് അങ്ങനെ സംഭവിക്കില്ല എന്നാണ്. ഓരോരുത്തരും ഉത്തരവാദിത്വമുള്ളത് അവനവൻ ചെയ്യുന്ന പ്രവർത്തികൾക്കാണ്. അത് തനത് വിധിയിലും പൊതുവിധിയിലും നാം പറയേണ്ട കാര്യമാണ്. വ്യക്തിപരമാണ് ഉത്തരവാദിത്വം, അത് മറ്റൊരാൾക്ക് കൈമാറ്റം ചെയ്യപ്പെടുന്നതല്ല. കാരണം ഇപ്പോൾ ഈ ദാവീദിന്റെ കാര്യത്തിൽ നമുക്ക് കാണാം, ഈ കുഞ്ഞ് ജനിക്കുന്നത് എന്തായാലും ദൈവം അനുവദിച്ചിട്ടാണല്ലോ. അങ്ങനെ കുഞ്ഞ് ജനിക്കുന്ന ആ കുഞ്ഞെന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടാണോ? ആ കുഞ്ഞിനെ കുറിച്ചൊരു പദ്ധതിയില്ല. അപ്പൊ കുഞ്ഞ് ചെയ്ത തെറ്റല്ലാത്ത ഒരു കാര്യത്തിന് ആ കുഞ്ഞിനെ ദൈവം ശിക്ഷിക്കുമെങ്കിൽ ദൈവം നീതിരഹിതനായി പോകും. അവിടെ അന്നത്തെ പൊതുബോധം, വിശ്വാസബോധ്യം നിൽക്കുന്നത് ചെയ്യുന്ന പ്രവൃത്തികൾക്ക് അനുസരിച്ച് അപ്പം തന്നെ അടികൊടുക്കുന്ന ഒരു ദൈവത്തെക്കുറിച്ചാണ്. സഹിഷ്ണുതയുള്ള കരുണയുള്ള ഒരു ദൈവത്തെക്കുറിച്ചല്ല അവിടെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് മനുഷ്യൻ പഴയ നിയമത്തിൽ അങ്ങനെ വിശ്വസിച്ചത്. പഴയ നിയമത്തിൽ അങ്ങനെ ആണ്ടുപോകരുത് എന്ന് പറയാൻ കാരണം, പഴയ നിയമത്തെ പുതിയ നിയമത്തിൽ പൂർത്തീകരിക്കുന്നത് വരെ ഇത്തരം പരിമിതികൾ അവിടെ കാണാൻ പറ്റും. ഇനി മുജ്ജന്മഫല സിദ്ധാന്തത്തിന്റെ കാര്യം പറയാം. അത് യഥാർത്ഥത്തിൽ ക്രൈസ്തവ ധാർമ്മികതയുമായിട്ട് ചേർന്ന് പോകുന്നതല്ല. നമ്മുടെ പൂർവികർ ചെയ്ത തെറ്റുകൾക്കനുസരിച്ചാണ് നമ്മൾ ഇന്ന് അനുഭവിക്കുന്നത്. അങ്ങനെ പറയുന്നതിൽ എന്തെങ്കിലും അർത്ഥമുണ്ടോ? നാം ഓരോരുത്തരും വരുന്നത് ദൈവത്തിൽ നിന്നാണ്, ദൈവേഷ്ടമാണ്. ഭൂമിയിൽ നാം വരുന്നത് വ്യക്തിപരമായിട്ടാണ്. നാം ചെയ്യുന്ന പ്രവൃത്തികൾക്ക് മാത്രമേ നമുക്ക് ഉത്തരവാദിത്വമുള്ളൂ. പൂർവികരുടെ സ്ഥലം നമുക്ക് തരുന്നുണ്ടല്ലോ, അങ്ങനെ പാപം ഷെയർ ചെയ്യാൻ പറ്റില്ല. പൂർവികർ ചെയ്ത പ്രവൃത്തികളുടെ പരിണിത ഫലങ്ങൾ ഒരുപക്ഷെ നമ്മൾ അനുഭവിക്കാം. നമ്മുടെ കാരണവന്മാര് ചെയ്ത പ്രവൃത്തികളുടെ അനന്തരഫലങ്ങൾ എന്ന് വെച്ചാൽ കോൺസിക്വൻസ്. നേരത്തെ പറഞ്ഞല്ലോ, ഒരു വൃക്ഷം നടുന്നു, അതിൽ മോശം വിഷത്തിന്റെ കായാണ് ഉണ്ടാകുന്നത്. ആ വിഷത്തിന്റെ കായ് നമ്മൾ തിന്നാനിടയാൽ കുഴപ്പമുണ്ടാകാം. പലപ്പോഴും അങ്ങനെ നമ്മുടെ കാരണവന്മാരൊക്കെ ചെയ്ത പ്രവൃത്തികൾ പോരായിരുന്നു, അവർ കുറച്ചും കൂടിയൊക്കെ നന്നായിട്ട് പെരുമാറിയിരുന്നെങ്കിൽ നമുക്കൊരു നല്ല ജീവിതാവസ്ഥ ഉണ്ടായേനെ എന്നൊക്കെ ധരിക്കുന്ന ആളുകളുണ്ട്. അങ്ങനെ മാതാപിതാക്കളെ കുറ്റപ്പെടുന്ന ആളുകളുണ്ട്. ഓരോരുത്തരും അവർ ജീവിക്കുന്ന ജീവിത സാഹചര്യങ്ങളിൽ അവർ ഉത്തരവാദിത്തപ്പെടുന്ന ദൈവത്തോടാണ്. ആ ദൈവത്തോടുള്ള ഉത്തരവാദിത്തം നിറവേറ്റിയില്ലെങ്കിൽ ആ ദൈവം ചോദ്യം ചെയ്യും, അത് അവര് ഉത്തരം പറഞ്ഞോളൂ. അവർ ചെയ്ത കുഴപ്പങ്ങൾക്കൊന്നും നാം ശിക്ഷ അനുഭവിക്കേണ്ട കാര്യമില്ല. ഒരാൾ പശുവിനെ കൊന്നാൽ മറ്റൊരാൾ ക്രാവിനെ കൊല്ലുമോ? സാധാരണ ചോദ്യമാണ്. അപ്പൻ തെറ്റ് ചെയ്താൽ മകന് ശിക്ഷിക്കുമോ? ലോകത്ത് അങ്ങനെ നിയമമുണ്ടോ? അങ്ങനെ ഒരു നിയമമില്ല. അപ്പൻ ഒരു കൊലപാതകം ചെയ്തതിന് അപ്പനെ കിട്ടിയില്ല എങ്കിൽ മകനെ പിടിച്ച് തൂക്കിലേറ്റേക്കാം, അങ്ങനെ ഒരു നിയമമുണ്ടോ? അത് അനീതിയാണെന്ന് മനുഷ്യർക്ക് പോലും അറിയാം. അങ്ങനെയാണെങ്കിൽ പിന്നെ നീതിമാനായ ദൈവം അങ്ങനെ ചെയ്യുമോ? അപ്പൊ അതുകൊണ്ട് മാതാപിതാക്കൾ ചെയ്ത പാപങ്ങൾക്കോ പൂർവികർ ചെയ്ത പാപങ്ങൾക്കോ അവരുടെ ജീവിതത്തിലെ കുറവുകൾക്കോ നാം ശിക്ഷിക്കപ്പെടുന്നു. അതാണ് നാം അനുഭവിക്കുന്ന കഷ്ടതകളുടെ കാരണം എന്ന് പറയുന്ന പൂർവിക പാപശാപ ബന്ധനം എന്ന അബദ്ധം പഴയ നിയമത്തിൽ നിന്ന് കടം കൊണ്ടതും
ഈ ലോകമതങ്ങളുടെ സാമാന്യത്തിൽ നിന്ന് സ്വരൂപിച്ചതുമായ ഒരു തെറ്റായ പഠനമാണ്. അത് അംഗീകരിക്കാൻ കഴിയുന്ന കാര്യമല്ല. അത് നമ്മൾ മനസ്സിലാക്കണം. ദൈവം നീതിമാനാണ്, സ്നേഹവാനാണ്. നാം ഓരോരുത്തരും വരുന്നത് വ്യക്തിപരമായി ദൈവത്തിൽ നിന്നാണ്. മാതാപിതാക്കളിലൂടെ നാം ജനിക്കുമ്പോഴും നമ്മളെ സൃഷ്ടിക്കുന്നതും ഭൂമിയിലേക്ക് അയക്കുന്നതും ദൈവമാണ്. അപ്പനും അമ്മയും കൂടി തീരുമാനിച്ച കൊച്ചുണ്ടാവില്ല. കുട്ടി ഉണ്ടാകുന്നത് ദൈവം തിരുമനസ്സാകുമ്പോഴാണ്. ജനനവും മരണവും ദൈവത്തിന്റെ കയ്യിലാണ്. അതുകൊണ്ട് മക്കൾക്ക് ഇങ്ങനെ പാരമ്പര്യപ്രകാരം രോഗം വരുമെന്നും പാരമ്പര്യപ്രകാരമാണ് പാപത്തിന്റെ ശിക്ഷയായിട്ടാണ് ക്ലേശങ്ങൾ വരുന്നതെന്നും അങ്ങനെ വിശ്വസിക്കുന്ന അബദ്ധമാണ്. പൂർവിക പാപശാപ ബന്ധനങ്ങൾ നീക്കം ചെയ്യപ്പെട്ടു ക്രിസ്തുവിൽ പാപത്തിന്റെയും ശാപത്തിന്റെയും കെട്ടിൽ നിന്ന് അവിടെ നമ്മെ വിമോചിപ്പിച്ചിട്ടുണ്ട്. അവ നമ്മെ ബാധിക്കുന്നില്ല. മനുഷ്യൻ എന്നും നേരിടുന്ന പ്രതിസന്ധിയാണ് ശരീരത്തിലുള്ളത്, സാമൂഹ്യമായിട്ടുള്ളത്, സാമ്പത്തികമായിട്ടുള്ളത്. അത് നമ്മുടെ ചുറ്റുപാടിലുള്ളതാണ്. അത് പരിഹരിക്കാൻ കഴിയുന്ന വിധം നമ്മൾ ജീവിക്കണം. അതിന് സമ്പത്ത് കയ്യിൽ കിട്ടുമ്പോൾ അത് അവരുടെ കൂടിയാണെന്ന് അറിയണം. ഞാൻ എനിക്കുള്ളതല്ലെന്നും മറ്റുള്ളവർക്ക് വേണ്ടിയാണെന്ന് അറിയണം. അങ്ങനെ ക്രിസ്തുവിൽ ജീവിക്കാൻ പഠിക്കണം. അപ്പൊ അതുകൊണ്ട് പൂർവിക പാപശാപബന്ധനങ്ങൾ നമ്മിലേക്ക് പടരുന്നു. അതുകൊണ്ടാണ് ജീവിതത്തിൽ തടസ്സം ഉണ്ടാകുന്നത്. എന്ത് ചെയ്തിട്ട് ഗതി പിടിക്കാത്തതെന്നൊക്കെ കരുതരുത്. ആദ്യം ഈ അബദ്ധബോധ്യത്തെ ഹൃദയത്തിൽ നിന്ന് എടുത്തു മാറ്റണം. ഞാൻ ശപിക്കപ്പെട്ടവനാണെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എന്ത് ചെയ്താലും മെച്ചപ്പെടില്ല. അതിനാണ് നമുക്ക് ആ കോൺഫിഡൻസ് നഷ്ടപ്പെടുന്നതിനാണ് നമ്മൾ പ്രാർത്ഥനയിൽ കർത്താവിൽ ആശ്രയിക്കണം. കർത്താവിന്റെ പക്ഷത്തെങ്കിൽ ആരും എനിക്കിതിന് നിൽക്കും. കർത്താവ് നിങ്ങളെ നയിക്കും. ചെയ്ത പ്രവർത്തികൾ ബുദ്ധിപരമാകണം. കാര്യങ്ങൾ ആലോചിച്ച് വേണ്ടും ഇതൊക്കെ ചെയ്യാൻ പറ്റണം. അതിനുള്ള വിവേകം തന്നിട്ടുണ്ട്. മാനുഷികമായ യുക്തി ഉപയോഗിക്കണം. ഒപ്പം തന്നെ ഒരു കാര്യത്തിൽ ഉറപ്പുണ്ടാകണം. എന്റെ പരിമിതികളിൽ എന്റെ കൂടെ വരാൻ എന്റെ കർത്താവുണ്ട്. അതുകൊണ്ട് അവിടെ തന്നെ സഹായിക്കും. ഞാൻ തോറ്റുപോകാൻ വന്നവനല്ല എന്നൊരു ബോധ്യം നമുക്കുണ്ടാവണം. ഇപ്പൊ കല്യാണം കഴിക്കാൻ വൈകിയ ഒരു കുട്ടിയെ കുറിച്ച് ഒരു സഹോദരി സൂചിപ്പിക്കുകയുണ്ടായി. വിവാഹം വൈകുന്നതിന്റെ വേദന. ആ കുട്ടിയെ കണ്ട് ആരും കല്യാണം കഴിക്കാത്ത. ഒന്നാമത് ആ കുട്ടിയുടെ നെറ്റിത്തേന് എഴുതി വെച്ചിട്ടുണ്ട്, ഞാൻ ഇങ്ങനെ പുറന്തള്ളപ്പെട്ട ഒരാളാണ്, കല്യാണം ആരും കഴിക്കുന്നില്ല, എന്നെ ആർക്കും വേണ്ട. അങ്ങനെ തോന്നുന്ന ഒരാളെ വേറൊരാൾക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. ഇന്റർവ്യൂവിന് ചെല്ലുമ്പോൾ അവിടെ ചോദിക്കുന്ന ചോദ്യങ്ങൾക്കൊക്കെ ഉത്തരം പറഞ്ഞാൽ ജോലി കിട്ടുമെന്നല്ല വിചാരിക്കേണ്ടത്. അവിടെ കോൺഫിഡൻസോടെ ചോദ്യങ്ങളെ നേരിടാൻ പറ്റുന്നുണ്ടോ? അറിയാവുന്ന കാര്യങ്ങൾ അറിയാമെന്നും അറിയാൻ പാടില്ലാത്ത കാര്യങ്ങൾ അറിയാൻ പാടില്ലെന്നും പറയാൻ പറ്റുന്നുണ്ടോ? എനിക്കത് മനസ്സിലായില്ലെന്ന് പറയാൻ പറ്റുന്നുണ്ടോ? ആ മേഖലയെക്കുറിച്ച് ഇനി വ്യക്തമായ ധാരണയില്ലെന്ന് പറയാൻ പറ്റുന്നുണ്ടോ? എങ്ങനെയാണ് നേരിടുന്നത്? ഒരു ജീവിത പ്രശ്നത്തെ എങ്ങനെയാണ് നേരിടുന്നതെന്ന് ഓരോ ഇന്റർവ്യൂവിലും ആളുകൾ നോക്കുന്നുണ്ട്. ഓരോ സൗഹൃദം സ്ഥാപിക്കുമ്പോൾ നോക്കുന്നുണ്ട്. നിരന്തരം പരിതാപം പറയുന്ന ഒരാളെ വേറൊരാൾക്ക് ഇഷ്ടമല്ല. കാരണം എന്താ? ഇയാൾ കൂടെ കൂടെ ശല്യമായിരിക്കും. അപ്പൊ അതുകൊണ്ട് വിവാഹം നടക്കുന്നില്ലെങ്കിൽ ഒന്ന് നമുക്ക് നമ്മെക്കുറിച്ചുള്ള അവമതിപ്പായിരിക്കും. ഞാൻ അത്ര പോരാന്ന് വിചാരിക്കുന്ന ഒരാൾ ജീവിതത്തിൽ എപ്പോഴും അങ്ങനെ പോരാന്ന് തന്നെ വിചാരിക്കും. ഞാൻ കൊള്ളാം, ഞാൻ ദൈവത്തിന് ഇഷ്ടമാണ്, ഞാൻ ദൈവത്തിന്റെ സ്വന്തമാണ് എന്ന് ഹൃദയത്തിൽ തോന്നുന്ന ഒരാളെ സംബന്ധിച്ച് അയാൾക്ക് ഒന്നിനും ഭയപ്പെടേണ്ടതില്ല. അയാൾക്ക് നേടാൻ പറ്റും. അപ്പൊ അതുകൊണ്ട് കാര്യം തിരിച്ചറിയണം. ജീവിതത്തിൽ പരാജയപ്പെടുന്നുണ്ടെങ്കിൽ അതിനൊരു കാരണം സെൽഫ് കോൺഫിഡൻസ് ഇല്ലാതെ പോകുന്നതാണ്. സെൽഫ് കോൺഫിഡൻസ് ഉണ്ടാകുന്നതിന് പരിമിതിയുണ്ട്. നെഗറ്റീവ്സ് നമ്മളെ എപ്പോഴും ഇങ്ങനെ ചിന്തിപ്പിച്ചുകൊണ്ടിരിക്കും. ഒരു നന്മ പറയുമ്പോൾ തിന്മ ഉണ്ടാവുമെന്ന് പേടിയുണ്ടാവും. അവിടെയാണ് കർത്താവ് നമ്മുടെ പക്ഷത്ത് എന്ന ബോധ്യത്തിലെത്തുക. റോമ 8:31 ഓർക്കുക. അവിടെ നഗമയുണ്ടെന്ന് വിചാരിക്കുക. കൊളോസ്യർ 1:27 ഓർക്കുക. ക്രിസ്തു നമ്മിൽ ജീവിക്കുന്നവർക്ക് ഞാൻ ദൈവം പറഞ്ഞിട്ട് വന്നതാണെന്നും ദൈവം പറഞ്ഞ പണിയാണ് ചെയ്യുന്നതെന്നും ബോധ്യം ഉണ്ടാകുക. രണ്ടാമത്തെ കാര്യം, നമ്മുടെ സാമൂഹ്യ ബന്ധങ്ങൾ, സാമ്പത്തിക ബന്ധങ്ങൾ ഒക്കെ വിവാഹത്തെ തടസ്സപ്പെടുത്തുന്നവയാണ്. വിവാഹിതനാകുന്നയാള് അല്ലെങ്കിൽ വിവാഹിതയാകാൻ ആഗ്രഹിക്കുന്നയാള് വിചാരിക്കുന്നത് ദൈവം തന്ന ഒരാളെ സ്വീകരിക്കാന്നാണോ, അല്ലെങ്കിൽ എനിക്ക് ഇഷ്ടപ്പെടുന്ന ഒരാളെ കണ്ടുകിട്ടിട്ട് എന്ന് ടാർഗറ്റ് വെച്ചിട്ടാണോ? വിദേശത്ത് കൊണ്ടുപോകാം, കല്യാണം കഴിക്കാന്ന് പറയുന്ന ആളുകൾ, വിദേശ രാജ്യത്ത് സ്വപ്നം കാണുന്നവർ, സമ്പത്ത് കിട്ടുന്നതിനെ നോക്കുന്നവർ, ആരോഗ്യം നോക്കുന്നവർ, ജോലി ഉണ്ടോ എന്ന് നോക്കുന്നവർ, കുടുംബ പശ്ചാത്തലം നോക്കുന്നവർ, വ്യക്തിപരമായ ഒരു ബന്ധത്തെ തടസ്സപ്പെടുത്താനായിട്ട് നിരവധി കെട്ടുകൾ നമ്മുടെ ഹൃദയത്തെ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. നിനക്ക് ചേർന്ന ഇണയെ ഞാൻ നൽകുമെന്ന് പറഞ്ഞത് ദൈവമാണ്. ദൈവം ആ ഇണയെ നൽകിയിട്ടുണ്ട്. ആ ഇണയെ സ്വീകരിക്കാൻ കഴിയാത്ത വിധം നമ്മൾ നമ്മുടെ വാതിലടച്ചിരിക്കുന്നുണ്ട് പലയിടത്തും. നമ്മുടെ ഐഡിയകൾ കൊണ്ട് ഇങ്ങനത്തെ ആളായിരിക്കണം, ഇങ്ങനത്തെ പെണ്ണായിരിക്കണം, ഇങ്ങനത്തെ ജീവിതമായിരിക്കണം, ഇങ്ങനെ സൗന്ദര്യം ഉണ്ടാകണം, ഇങ്ങനെ നിരവധിയായ താല്പര്യങ്ങൾ ഉള്ളിൽ വെച്ചുകൊണ്ട് നമ്മൾ കാണുമ്പോൾ, മറ്റൊരാളെ കാണുമ്പോൾ നമുക്ക് അയാൾ നമ്മളെന്നിങ്ങനെ തിരിച്ചറിയാൻ പറ്റും. അപ്പൊ അതുകൊണ്ട് എന്റെ പരിമിതിയിൽ നിന്ന് വിട്ട് ദൈവമേ നീ എനിക്ക് കാട്ടിത്തരണമേ എന്റെ പങ്കാളിയെ എന്നൊരു പ്രാർത്ഥന ഉണ്ടാവണം. സാമൂഹ്യ സാമ്പത്തിക രംഗത്തെ കാര്യങ്ങളെക്കുറിച്ച് ആലോചിക്കണം. നമ്മുടെ കുടുംബങ്ങൾ പോലും ഇപ്പോഴും കുലീനത്വം എന്ന തറവാട്ട് മഹിമയുടെ ഘോഷണത്തിനകത്ത് പെട്ടുകിടക്കാണ്. അതുകൊണ്ട് തറവാട് നോക്കി, എന്ത് കിട്ടുമെന്ന് നോക്കി, സ്ത്രീധനം തെറ്റാണെന്ന് നിയമം മൂലം നിരോധിക്കപ്പെട്ട അവസരത്തിലും
എത്ര കിട്ടും, എത്ര കൊടുക്കുമെന്ന വിലപേശൽ ഇപ്പോഴും നമ്മുടെ മാർക്കറ്റിലുണ്ട്. ഏത് ജാതി എന്നാണ് അതിപ്പോഴും ഇല്ലേ? സീറോ മലബാർ, ലാറ്റിൻ, ദളിത്, ക്രൈസ്തവർ എന്നൊക്കെ ഉള്ളത് നമ്മുടെ സമുദായത്തിനകത്ത് തന്നെയുണ്ട്. ഒരാൾക്ക് അയാളുടെ പങ്കാളിയെ കിട്ടണമെങ്കിൽ അയാളുടെ ഹൃദയം പറയുന്ന ആളായിരിക്കണം. അയാളുടെ ഹൃദയത്തിന് അത് ബോധ്യപ്പെടുത്താൻ ദൈവത്തിന് അറിയാം. പക്ഷെ നമ്മൾ എങ്ങനെയാ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്? നമ്മളിങ്ങനെ വളച്ചു കിട്ടിയ 100 വേരുകൾക്കകത്ത് പരതിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അങ്ങനെ വരുമ്പോ വിവാഹങ്ങൾ തടസ്സപ്പെടും. ആദ്യം ഉണ്ടാകേണ്ടത് എന്തിനാണ് വിവാഹം ചെയ്യുന്നതെന്ന ബോധ്യമാണ്. എന്നെ വയസ്സാകാലത്ത് നോക്കാനാണെന്നോ, അല്ലെങ്കിൽ സിനിമ പറയുന്നത് പോലെ എനിക്ക് തോന്നുമ്പോൾ തൊഴിക്കാനും എന്റെ മക്കളെ പെറ്റുകൂട്ടാനും അങ്ങനെയൊക്കെ കരുതുന്ന രീതിയിലാണോ ഒരു പങ്കാളി അന്വേഷിക്കുന്നത്? നിശ്ചയമായും ആ അബദ്ധത്തിൽ പെട്ടുപോയാൽ ജീവിതത്തിൽ ഒരിക്കലും ജീവിത പങ്കാളിയെ കിട്ടില്ല. ഒരു അടിമയെ നിങ്ങൾക്ക് വാങ്ങാൻ കിട്ടിയേക്കാം, യഥാർത്ഥത്തിൽ ജീവിത പങ്കാളിയെ കിട്ടില്ല. അതുകൊണ്ട് എന്റെ ഹൃദയത്തിന്റെ ദാഹം സ്നേഹം കൊടുക്കാനുള്ളതായി മാറുകയും, സ്നേഹം കിട്ടാനുള്ളതാണ് സ്വാഭാവികമുള്ളത്, എന്റെ ഹൃദയത്തിന്റെ ദാഹം സ്നേഹം കൊടുക്കാനുള്ളതായി മാറുകയും, അവരെ സ്നേഹിക്കാൻ ഹൃദയം ഉണരുകയും, ദൈവമേ നീ എനിക്ക് പങ്കാളിയെ കാട്ടിത്തരണമെന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുക. അല്ലാതെ ഒരു ശാപത്തെയും ഭയപ്പെടേണ്ട കാര്യമില്ല. ഒരു പൈശാചിക തിന്മയുമല്ല തടസ്സപ്പെടുത്തുന്നത്. നിന്റെ വിചാരങ്ങളും നിന്റെ താല്പര്യങ്ങളും നിന്റെ അധമബോധവും ഒക്കെ തടസ്സപ്പെടുത്തുമ്പോൾ സാമൂഹ്യമായ ബന്ധങ്ങളിലേക്ക് ഏർപ്പെടാൻ തടസ്സമുണ്ടാവും. പിന്നെ നമ്മുടെ പൊതുധാരണ ഇവിടെ മാന്യനായിട്ടും തറവാടിയായിട്ടും കാണപ്പെടണം, സമ്പത്തുള്ളവൻ മാനിക്കപ്പെടുന്നു, സമ്പത്തില്ലാത്തവൻ അവമതിക്കപ്പെടുന്നു, എന്ത് കിട്ടുമെന്നുള്ളത് ഒരു വ്യാപാരമായി വിവാഹം മാറുന്നു. പിന്നെ jati.com, മാട്രിമോണി jati.com പരസ്യം തന്നെ കണ്ടിട്ടില്ലേ? ഇവിടെ സീറോ മലബാർ ഉണ്ട്, അതുണ്ട്, ഇതുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇത്തരത്തിലുള്ള വിവേചനങ്ങളും അസ്വസ്ഥതകളും ഒക്കെ നിലനിൽക്കുന്ന ഒരു സമൂഹത്തിനകത്ത് വിവാഹം ഒരു കീറാമുട്ടിയായിട്ട് മാറാം. എന്നെക്കുറിച്ചുള്ള ദൈവിക പദ്ധതി എന്താണ്? ഞാൻ മറ്റൊരാൾക്ക് എന്നെ കൊടുക്കാൻ തീരുമാനിക്കുന്നത് ദൈവത്തെ പ്രതിയാണോ? അങ്ങനെ ദൈവത്തെ പ്രതി എന്റെ ജീവിതത്തെ പങ്കുവെക്കാൻ ഞാൻ തയ്യാറാകുന്നു എന്ന ബോധ്യത്തോടെ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചാൽ നിശ്ചയമായും നിങ്ങളുടെ ജീവിതത്തിൽ വിവാഹ തടസ്സം എന്ന് പറയുന്നതിൽ നിന്ന് മോചനം കിട്ടും. അതിന് വ്യക്തമായ ബോധ്യത്തോടെ പ്രാർത്ഥിക്കാൻ തുടങ്ങണം. അല്ലാതെ ചെകുത്താൻ കയറി ആക്രമിച്ചിട്ടാണ് പിശാച് നമ്മുടെ വിവാഹം മുടക്കുന്നു എന്ന് വിചാരിക്കുന്നവർ, പഴയ നിയമത്തിൽ അതുണ്ട്, ലോകത്തിന്റെ പുസ്തകത്തിൽ നമുക്ക് കാണാം. പഴയ നിയമത്തിൽ അതുണ്ട്. ഈ പിശാചിനെയാണല്ലോ കുരിശിൽ കീഴ്പ്പെടുത്തിയത്. അതുകൊണ്ട് പൈശാചിക തിന്മകളാണ് എന്റെ ജീവിതത്തെ ഭരിക്കുന്നതെന്ന് ചിന്തിക്കുന്ന ഒരാളെ സംബന്ധിച്ച് അയാൾക്ക് ദൈവാനുഭവം ഇല്ല എന്ന് ഒന്നാമത്തെ കാര്യം കൊണ്ട് അറിയണം. എന്റെ ജീവിതത്തിന് മേൽ നിയന്താവായിട്ട് ദൈവമുണ്ട് എന്ന് ബോധ്യം എനിക്കുണ്ടാവണം. ഇപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ഈ പൂർവിക പാപശാപ ബന്ധനങ്ങൾ അങ്ങനെയൊക്കെ ഉണ്ട്. അത് പൂർവികർ അങ്ങനെ ചെയ്തിട്ടാണ്, ഇങ്ങനെ ചെയ്തിട്ടാണ് നമുക്കിതൊക്കെ വരുന്നത്. ഇത് നമുക്ക് സാധാരണഗതിയിൽ ഉണ്ടാവുന്ന ഒരു ചിന്തയാണ്. അതുകൊണ്ട് ഇത് ക്രൈസ്തവ വിശ്വാസവുമായി ചേർന്ന് പോകുന്നതല്ലെന്നും ഇത് പ്രാചീന മതങ്ങൾക്കകത്തൊക്കെ നിലനിന്നിരുന്ന ഒരു അബദ്ധ ബോധ്യമാണെന്ന് തിരിച്ചറിയണം. നിന്നെ ദൈവമാണ് സൃഷ്ടിച്ചത്, നിന്നെ ഭൂമിയിലേക്ക് വിടുന്നു, നിനക്ക് പ്രാഥമികമായ ബന്ധമുള്ളത് നിന്റെ ദൈവവുമായിട്ടാണ്. നീ ഒരു കുടുംബ പശ്ചാത്തലത്തിൽ ജനിക്കുന്നു, ജീവിക്കുന്നു എന്നുള്ളത് കൊണ്ട് ആ കുടുംബ പശ്ചാത്തലമാണ് നിന്റെ വിധി കൽപ്പിക്കുന്നത് എന്ന് തീരുമാനിക്കരുത്. ചില ആളുകൾക്ക് വിധിയാണ് ഇതൊക്കെ എന്ന് പറയും. അങ്ങനെ ഒരു വിധിയില്ല. അങ്ങനെ നിന്നെ വിധിക്കുന്നവനല്ല ദൈവം. ദൈവം വിധിക്കുന്നത് തനത് വിധിയിലും പൊതുവിധിയിലും മാത്രമാണ്. ഭൂമിയിലുള്ളത് നമുക്ക് നൽകപ്പെട്ട അവസരമാണ്. നമ്മുടെ ക്ലേശങ്ങളെയും സഹനങ്ങളെയും കഷ്ടതകളെയൊക്കെ നമുക്കതിന് മാർഗമാക്കി മാറ്റാം. അവയിലൊന്നും പതറാതെ അവയുടെയൊക്കെ മധ്യത്തിലും കർത്താവെ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു, എന്റെ ജീവിതം നീ എനിക്ക് തന്നതാണ്, അത് ഞാൻ മറ്റുള്ളവർക്കായി വിഭജിച്ചു കൊടുക്കാൻ തയ്യാറാണ് എന്ന ഭാവത്തോടെ ജീവിക്കുകയാണ് വേണ്ടത്. അതുകൊണ്ട് വീണ്ടും ഒരു കാര്യം ഉറപ്പിച്ചു പറയാണ്, നമ്മുടെ പ്രവൃത്തികൾക്കുള്ള ശിക്ഷയല്ല നാം അനുഭവിക്കുന്ന കഷ്ടതകളും ഞെരുക്കങ്ങളും. ഇത് ലോകത്തിന്റെ സഹജഭാവമാണ്. കാലികമായ ശിക്ഷ ടെൻഡൻസി ഫോർ സിന്നിങ് ആണ്. പാപം ചെയ്യാനുള്ള പ്രേരണയും ദരിദ്ര അകത്തുണ്ടാകാവുന്നതാണ്. പാപം ചെയ്താൽ കുമ്പസാരിക്കുമ്പോഴും ഈ പാപച്ചായ്ച്ചയിൽ നിന്ന് അയാൾക്ക് മോചനം ഉണ്ടാകുന്നില്ലെന്ന് ട്രെന്തോസ് സൂനഹദോസ് പഠിപ്പിക്കുന്നുണ്ട്. ഇനി നമ്മുടെ കഷ്ടതകളിലൂടെ നമുക്ക് ഇതിനെയൊക്കെ മറികടക്കാൻ പറ്റും. എങ്ങനെ? ഈ പാപം ചെയ്യാനുള്ള പ്രേരണയെ മറികടക്കാൻ പറ്റും. കഷ്ടതയെ സ്വീകരിച്ചുകൊണ്ട് നമുക്കൊരു കഷ്ടപ്പാടുണ്ടാവുന്നു. ആ കഷ്ടപ്പാടിനെ, ബുദ്ധിമുട്ടിനെ സ്വീകരിച്ചുകൊണ്ട് ഞാൻ ചെയ്ത പ്രവൃത്തികളുടെ കുറവുകൾക്ക് പകരമായി ഞാൻ നിന്നെ ഈ അവസരത്തിലും സ്നേഹിക്കുന്നു എന്ന് പറയാൻ പറ്റും. കാറ്റഗിസം ഓഫ് കാത്തലിക് ചർച്ച് അതിനെക്കുറിച്ച് പറയുന്നുണ്ട് 1473. പാപത്തിനുള്ള നിത്യശിക്ഷയിൽ നിന്ന് നമുക്ക് കൂദാശ വഴി വരപ്രസാദത്തിന്റെ പൂർണ്ണതയിലേക്ക് തിരികെ പോയിക്കൊണ്ട് നമുക്ക് മോചനം പ്രാപിക്കാൻ പറ്റും. പക്ഷേ താൽക്കാലിക ശിക്ഷ, ഈ പാപത്തിന്റെ ടെൻഡൻസി ഫോർ സിന്നിങ്, അത് ശേഷിക്കും. അതിനെങ്ങനെ മറികടക്കും? അതിനെ മറികടക്കാനായിട്ട് നമുക്ക് നൽകപ്പെട്ട ജീവിതത്തിലെ സഹനങ്ങളെയൊക്കെ സ്വീകരിച്ചുകൊണ്ട് നമുക്ക് പ്രയത്നിക്കാൻ പറ്റും. അതൊരു അവസരമാണ്. നമ്മെ തന്നെ നമുക്ക് വിശുദ്ധീകരിക്കാൻ പറ്റും. വിശുദ്ധീകരിക്കാന്ന് വെച്ചാൽ നമ്മൾ ഈ ചെയ്ത നമ്മുടെ ഈ പാപപ്രേരണയെ മറികടക്കാൻ പറ്റും.
ആ പാവപ്രേരണയെ മറികടക്കാനായിട്ട് ഈ ക്ലേശങ്ങളെ നമുക്ക് ഉപയോഗിക്കാം. അതല്ലാതെ ആ ക്ലേശങ്ങളൊക്കെ നമ്മൾ ചെയ്ത പാപത്തിനുള്ള താൽക്കാലിക ശിക്ഷയാണ്, തെറ്റിദ്ധരിക്കരുത്. നമ്മുടെ ഇഷ്ടങ്ങൾ നിറവേറാതെ പോകുമ്പോൾ അത് ദൈവത്തിലുള്ള സ്നേഹത്തെ പ്രതി നമ്മൾ സ്വീകരിക്കുന്നു. നമുക്കൊരു വേദന ഉണ്ടാവുന്നു, അതിന്റെ ദൈവത്തിലുള്ള സ്നേഹത്തെ പ്രതി സ്വീകരിക്കുന്നു. അപ്പോൾ നമുക്ക് ഒരു പ്രായശ്ചിത്ത പ്രവൃത്തിയുടെ ജീവിതം നയിക്കാൻ പറ്റും. അത് നമുക്ക് ഗുണകരവും. ഞാൻ ദൈവമില്ലെന്ന് പഠിപ്പിച്ചതാണ്. പലപ്പോഴും എന്നെ ആളുകൾ ആക്ഷേപിക്കുകയും മോശം വാക്കൊക്കെ പറയുകയും ചെയ്യുമ്പോൾ ഞാനത് വളരെ എളുപ്പത്തിൽ സ്വീകരിക്കും, നന്ദിയോടെ. കാരണം ഞാൻ എന്നിട്ട് പറയും, ദൈവമേ, നീ ഇങ്ങനെ സർവസമ്പൂർണനായിട്ടും നീ ഇല്ല എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്, പിന്നെയാണോ എന്നെ ഇത് പറയുന്നത്? അതുകൊണ്ട് അവർ അനുഗ്രഹിക്കപ്പെടട്ടെ. അപ്പോൾ നമുക്ക് അവരോട് ദേഷ്യം ഉണ്ടാകുന്നില്ല. നമ്മൾ ചെയ്ത ഒരു പ്രവൃത്തിയെ നമ്മൾ ഓർക്കുന്നു, അനുദപിക്കുന്നു. ആ സാഹചര്യത്തിൽ നമുക്ക് സ്നേഹിക്കാൻ പറ്റുന്നു. അപ്പോൾ നിശ്ചയമായിട്ടും ആ അപമാനം പോലും നമുക്ക് ഗുണകരമായിട്ട് മാറും. അങ്ങനെ ജീവിത സഹനങ്ങൾ നമുക്ക് സ്വീകരിക്കാൻ പറ്റണം. കഷ്ടപ്പാടുണ്ടാകുമ്പോൾ, ദാരിദ്ര്യം ഉണ്ടാകുമ്പോൾ, ചെയ്ത പ്രവൃത്തിയൊന്നും വിജയിക്കാതെ വരുമ്പോഴൊക്കെ മനസ്സ് തകരുകയല്ല വേണ്ടത്. ദൈവത്തോട് കൂടുതൽ അടുത്ത് നിൽക്കാൻ പഠിക്കണം. ഈ സാഹചര്യത്തിലും ഈ അവസരത്തിലും ഈ വേദനയിലും ഞാൻ നിന്നെ സ്നേഹിക്കുന്നു, ഞാൻ നിന്നിൽ ആശ്രയിക്കുന്നു, ഞാൻ നിന്നിൽ വിശ്വസിക്കുന്നു, നീയാണ് ദൈവം, നീ നന്മ മാത്രമേ എനിക്ക് നൽകിയിട്ടുള്ളൂ എന്ന് പറയാൻ കഴിയുമ്പോഴാണ് നമ്മുടെ ജീവിതം മഹത്വമുള്ളതായിട്ട് മാറുക. അതുകൊണ്ട് ജീവിതത്തിലുണ്ടാകുന്ന പ്രയാസങ്ങളെ വിധിയായിട്ടോ നമ്മൾ ചെയ്ത പ്രവൃത്തികളുടെ ഫലമായിട്ടോ മുജ്ജന്മ പാപത്തിന്റെ കർമ്മഫലങ്ങൾ സിദ്ധാന്തം അനുസരിച്ച് പൂർവികരുടെ പാപശാപ ബന്ധനങ്ങളാണെന്നോ നമ്മെ ആരെങ്കിലും ശപിച്ചതാണെന്നോ ഒക്കെ തെറ്റിദ്ധരിക്കാതെ ദൈവം നമുക്ക് നൽകുന്ന ജീവിതാവസ്ഥകളെ കയ്യിൽ നീട്ടി സ്വീകരിക്കണം. ആ സാഹചര്യത്തെ പ്രതി ദൈവത്തിന് നന്ദി പറയണം. അങ്ങനെ നാം നന്ദിയുള്ളവരാകുമ്പോഴും നമ്മൾ ദൈവത്തോട് സ്നേഹം പ്രഖ്യാപിക്കുമ്പോഴും ദൈവം നമ്മുടെ പക്ഷത്തുള്ള അനുഭവം നമുക്കുണ്ടാകും. ദൈവം നമ്മുടെ പക്ഷത്തെങ്കിൽ ആരും നമുക്കെതിരെ നിൽക്കില്ല. നിശ്ചയമായിട്ടും ജീവിതം കേവലമായ സാങ്കേതിക വിജയത്തെക്കാൾ ദൈവ വിജയമായിട്ട് നമുക്ക് അനുഭവിക്കാൻ പറ്റും. അതുകൊണ്ട് കഷ്ടനഷ്ടമേറി വന്നാൽ ഭാഗ്യവാനായി തീർന്നിടഞ്ഞ് കഷ്ടമേറ്റ കർത്താവോട് കൂട്ടാളിയായി തീർന്നിടഞ്ഞ് ആ ഒരു ബോധ്യം നമുക്കുണ്ടാവട്ടെ. അതുകൊണ്ട് ഇത്തരം സംശയങ്ങളൊക്കെ ഉണ്ടാവുമ്പോൾ ഹൃദയപരമായ ഒരു കാര്യം ഓർക്കണം. ദൈവം സ്നേഹവാനാണ്, അനന്തകാരുണ്യമാണ്. ദൈവം നമ്മുടെ ജീവിതത്തിൽ നൽകുന്നതെല്ലാം കാരുണ്യത്തോടെയാണ്. ഈ ജീവിതത്തിൽ നമുക്കുണ്ടാകുന്ന ഈ ടാസ്കുകൾ ഇതൊക്കെ ജീവിതത്തിന്റെ ഓരോ ഘട്ടങ്ങളാണ്. ഇത് കടന്നു പോകാൻ ദൈവാത്മാവിന്റെ നിരന്തരമായ സഹായം നമ്മോടൊപ്പമുണ്ട്. കർത്താവ് നമ്മുടെ പക്ഷത്തുണ്ട്. ആ ബോധ്യത്തോടെ ജീവിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.